ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായില്ലേ, ഇന്ന് നമ്മുടെ താരം കപ്പയാണ്. പല നാട്ടിലും പല പേരിലാണ് ഇവൻ അറിയപ്പെടുന്നത്. മരിച്ചീനിന്നും കപ്പയെന്നും ചീനിന്നും ഒക്കെ. ഇനി നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും വെറൈറ്റി പേരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കപ്പത്തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചേക്കുവാണേ. അപ്പോൾ ഇത് തൊലിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു വെള്ളം കഴുകണം, കാരണം ചെളിയും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകിയതിന് ശേഷം തൊലിച്ച് നമ്മൾ തൊലി കളഞ്ഞിട്ട് ഒന്നും കൂടെ കഴുകിയിട്ട് വേണം അരിയാൻ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ അരിയുന്നത് വലിയ പ്രൊഫഷണലായിട്ടുള്ള അരിയലൊന്നുമല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന ലെവലിലൊക്കെയാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. അതിനകത്ത് കുറച്ച് വേരുകൾ കാണും, അതായത് നാരുകൾ കാണും. അത് നമ്മൾ അരിയുന്ന സമയത്ത് കപ്പയുടെ കൂടെ അരിഞ്ഞ് മുറിഞ്ഞു പോവാതെ വേണം അരിയണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തതാണേ. 2-3 വെള്ളം കഴുകുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ 3 വെള്ളം കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതാ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ചില കപ്പകളൊക്കെ ആ ഒറ്റ വെള്ളത്തിൽ തന്നെ തിളച്ച് നല്ലോണം വെന്ത് കിട്ടും. ചിലത് 2 വെള്ളമൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. ചിലതിന് അങ്ങനെ ചെവയൊക്കെ കാണും. അപ്പോൾ അതുകൊണ്ട് 2 വെള്ളം നമ്മൾ തിളപ്പിച്ച് ഊറ്റുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ 2ാമത്തെ വെള്ളമാണ്. ആദ്യത്തെ ആ തിളച്ച വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിലാണ് പിന്നെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഈ 2ാമത്തെ വെള്ളം ഊറ്റുന്ന സമയത്താണ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കാറുള്ളത്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. തുറന്നു വെച്ച് വേവിക്കുന്നതാണ് നല്ലതെന്ന് പറയാറുണ്ട്. ഇനിയിപ്പം അതവിടെ ഇരുന്ന് വേവട്ടെ, നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തു. അതിൽ കുറച്ച് തേങ്ങയുടെ ആവശ്യമുള്ളൂ. നമ്മൾ എത്രയാണോ കപ്പ വയ്ക്കുന്നത് അതനുസരിച്ചിട്ടുള്ള കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ചേർക്കുന്നത് മുളകാണ്. അപ്പം ഞാൻ ചേർക്കുന്നത് കാന്താരി മുളകാണ്. പച്ചമുളക് ചേർക്കാം, ഉണ്ടമുളക് ചേർക്കാം, മുളക് പൊടി ചേർക്കാം, എന്ത് വേണോ നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം, പ്രശ്നമില്ല. അപ്പം ഞാൻ കാന്താരിയാണ്, കാന്താരി നല്ലതല്ലേ, അപ്പോൾ അതുകൊണ്ട് കാന്താരി ചേർക്കുന്നു. പിന്നെ ഞാൻ ജീരകമാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു 4 ചെറിയ ഉള്ളി, 3-4 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി. എന്നിട്ട് കരിവേപ്പിലയും കൂടെ ഇട്ട് ചതച്ചെടുത്താൽ മതി, അരയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഊറ്റണം. ഒരു സമയമൊന്നും ഊറ്റി വെച്ചേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഊറ്റിയ ഉടനെ തന്നെ നമുക്ക് മാറ്റിയെടുത്ത് നമുക്ക് അരപ്പൊക്കെ ചേർക്കാം. അപ്പോൾ ഇതാ ഞാൻ ഊറ്റിയെടുത്ത് അതിനുശേഷം അരപ്പ് ചേർത്ത് ഒരു 5 മിനിറ്റ്, 2-3 മിനിറ്റോളം നമ്മളൊന്ന് അടച്ചു വെച്ചേക്കണം. ആ ഒരു പച്ചമണവും ഒക്കെ ഒന്ന് മാറാൻ വേണ്ടിയാണേ. നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ടേ. ഇതിപ്പം നല്ലതുപോലെ മഷിയൊക്കെ ഉടച്ചൊന്നും എടുക്കണ്ട. എങ്കിൽ ചെറിയ ചെറിയ തരി കണക്കൊക്കെ വേണമെങ്കിൽ അത്രയും നല്ലതുപോലെ ഉടയ്ക്കണ്ട. ഇവിടെ അത്യാവശ്യം നല്ലതുപോലെ ഉടയണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നല്ലതുപോലെ ഇത് ഉടച്ചേക്കുന്നത്. അപ്പോൾ ഇതാ ഉടച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് കടുവറുത്ത് ചേർക്കാനുണ്ട്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. പാൻ ചൂടായപ്പം ഓയിൽ ഒഴിച്ചു. ഓവർ ഓയിലൊന്നും വേണ്ട ആവശ്യമില്ല, ആവശ്യാനുസരണം കുറച്ച് ഓയിൽ മാത്രം മതി. അതൊഴിച്ചു. ഇത് ചേർക്കുന്നത് കടുകാണ്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഞാൻ കടുക് ചേർത്തു. അടുത്ത് ഞാൻ ചേർക്കുന്നത് വറ്റൽ മുളകാണ്. ഇനി നമുക്ക് കറിവേപ്പില ചേർക്കാം. അപ്പോൾ ദാ കടുകൊക്കെ വറുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്പയിലോട്ട് ചേർക്കാം. കടുക് വറുത്തതൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. ബീഫിൻ്റെയൊക്കെ കൂടെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ. നല്ല ബീഫ്, നാടൻ ബീഫും കപ്പയും കൂട്ടി കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് കാണാം കേട്ടോ. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ, സീ യു, അസ്സലാമു അലൈക്കും.